എപ്പിസോഡ് തുടങ്ങുന്നത് ജീമിൻ അവരിരുന്ന റൂമിലേക്ക് വന്നത് കാണിച്ചുകൊണ്ടാണ്. അവനെ കണ്ട സോങ്യോൻ, നീ എന്താ ഇവിടെ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സ്കൂളിലേക്ക് പോകാൻ എന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടതും ജീമിൻ അവനുള്ള മറുപടി കൊടുത്ത് തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കും. അവൻ്റെ ഫ്രണ്ട്സ് വിചാരിക്കുന്നത് ജീമിൻ തങ്ങളുടെ ഭാഗത്ത് നിന്ന് സോങ്യോനെതിരെ പറയുമെന്നാണ്. എന്നാൽ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയ ജീമിൻ അവിടെ ഉണ്ടായിരുന്ന ബാഗ് എടുത്ത് സോങ്യോൻ എറിഞ്ഞു കൊടുത്ത് അതിലുണ്ടായിരുന്ന ഐപാഡിൻ്റെ പാസ്വേഡും പറഞ്ഞു കൊടുക്കുന്നു. ജീമിൻ്റെ ഫ്രണ്ട്സ് അത് തടയാൻ നോക്കിയതും സോങ്യോനും ചിസക്വാനും ജീമിനും കൂടി അവരെ അടിച്ചിടുന്നു. ചിസക്വാൻ്റെ അച്ഛൻ അവൻ അടിക്കുന്നത് കണ്ട് ചിസക്വാനെയും വിളിച്ച് പുറത്തേക്ക് പോകും. അവിടേക്ക് ഓഫീസേഴ്സ് വന്നതും സോങ്യോൻ അവർക്ക് അതിലുണ്ടായിരുന്ന വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. കൂടാതെ ജീമിനും അവരോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞതും ഓഫീസേഴ്സിന് മനസ്സിലായി ജീമിനും ഫ്രണ്ട്സുമാണ് കുറ്റക്കാരെന്ന്. അവരെ അവർ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോകാനായി ബസ്സിലിരുത്തിയതും ജീമിൻ പുറത്തേക്ക് നോക്കുന്നു. എന്നാൽ അവൻ പുറത്ത് കണ്ടത് ഇത്രയും നാളും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സോങ്യോനെ ആയിരുന്നില്ല, യഥാർത്ഥ സോങ്യോന്റെ ആത്മാവിനെ ആയിരുന്നു. ആ ആത്മാവിനെ നോക്കി അവൻ തൻ്റെ മനസ്സിൽ തട്ടി ആത്മാർത്ഥതയോടെ സോറി പറയുന്നു. ചിസക്വാനെയും കൂട്ടിപ്പോയ അവൻ്റെ അച്ഛൻ അവനോടായി, നീ സോങ്യോനുമായുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും വിടണം. നിന്നെ ഞാൻ സ്കൂൾ മാറ്റുകയാണ് എന്ന് പറഞ്ഞതും ഞാൻ ഒരിക്കലും അവനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് വിടില്ല. നിങ്ങൾ എന്നെ സ്കൂൾ മാറ്റാൻ നോക്കിയാൽ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയ സോങ്യോൻ ചിൽസങ് ബോസിന്റെ അടുത്തേക്ക് പോയി അയാളോട് സംസാരിക്കുന്നു. എന്നാൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി തൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് കിം ദുപ്പാൽ ആണെന്ന്. സോങ്യോനും അത് തിരിച്ചറിയുന്നു. അവനെ കെട്ടിപ്പിടിച്ച് അയാൾ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി ദങ്സുനോടും ജോങ്ങിനോടുമായി കിം ദുപ്പാലിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണമെന്നും കൂടി പറഞ്ഞിട്ടാണ് അയാൾ പോയത്. അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കാറിനായി പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു സോങ്യോൻ. അമ്മയെ കാറിൽ പറഞ്ഞയച്ച് അവൻ ചെയർമാനെ കാണാനായി എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി അവൻ ദങ്സുനെയും ജോങ്ങിനെയും വിളിച്ച് എയർപോർട്ടിലേക്ക് വരാനായി പറയുന്നു. ചിസക്വാനോട് ക്ലാസ്സിലെ കുട്ടികൾ സോങ്യോൻ എവിടെയെന്ന് ചോദിച്ചതും അവൻ നടന്നതെല്ലാം അവരോട് പറയുന്നു. മാത്രമല്ല ജീമിൻ സോങ്യോനെ സഹായിച്ച കാര്യവും അവൻ അവരോട് പറയുന്നു. ചെയർമാനും കൂട്ടരും എയർപോർട്ടിലേക്ക് വന്നതും സോങ്യോൻ അവരുടെ മുന്നിൽ പോയി നിൽക്കുന്നു. സോങ്യോനെ കണ്ട ലീ അവിടെ നിന്ന് ഓടിപ്പോയതും അവൻ ചെയർമാന്റെ അടുത്ത് പോയി നമുക്ക് തനിച്ച് സംസാരിച്ചാലോ എന്ന് പറഞ്ഞതും അയാൾ അവനോട് നീ സോങ്യോൻ അല്ലേ എന്ന് ചോദിക്കുന്നു. ചെയർമാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കെ ലീയെയും കൂട്ടി സോങ്യോൻ അവിടേക്ക് വരുന്നു. ദങ്സുവും ജോങ്ങും പുറത്തേക്ക് പോയതും അവൻ ലീ ഇത്രയും നാളും ചെയ്ത ഓരോ കാര്യങ്ങളും അയാളോട് പറയുന്നു. അമ്മയ്ക്ക് ഓവർ ഡോസുള്ള മരുന്ന് കൊടുത്തതും അതിലൂടെ അമ്മയെ ആ മരുന്നിൻ്റെ അടിമയാക്കിയതും തനിക്കെതിരെ സ്കൂൾ വയലൻസിന് പരാതി കൊടുത്തതും ഗ്യാങ്സ്റ്റേഴ്സിനെ ഉപയോഗിച്ച് അമ്മയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതുമെല്ലാം അവൻ അയാളോട് പറയുന്നു. എന്നാൽ ലീ അത് എതിർത്ത് ഇവൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ചെയർമാനോട് പറയുന്നുണ്ടെങ്കിലും അയാൾ അത് വിശ്വസിക്കാതെ അവൾ ചെയ്തതിനെല്ലാം ദേഷ്യപ്പെട്ടതും അവൾ അയാളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നു. അവൾ അയാളുടെ കാല് പിടിച്ച് കണ്ട സോങ്യോൻ അവിടെയല്ല എൻ്റെ കാല് പിടിക്കുക എന്ന് പറഞ്ഞതും ലീ സോങ്യോൻ്റെ കാല് പിടിക്കുന്നു. അവൾ കാല് പിടിച്ചതും സോങ്യോൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പിൽ കുറച്ച് വെള്ളമെടുത്ത് ലീയുടെ തല വഴി ഒഴിക്കുന്നു. എന്നിട്ട് അവളോടായി, ഇനി നീ സോങ്യോൻ്റെയും അമ്മയുടെയും ജീവിതത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റതും ചെയർമാൻ സോങ്യോനോട് നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകനായി അംഗീകരിക്കുകയാണെന്ന് പറഞ്ഞതും അതിൻ്റെ ആവശ്യമില്ല എന്നവൻ പറഞ്ഞ് അയാൾക്കുള്ള തക്ക മറുപടിയും കൊടുത്ത് അവൻ പുറത്തേക്ക് പോകുന്നു. സോങ്യോൻ ദങ്സുൻ്റെയും ജോങ്ങിൻ്റെയും അടുത്തെത്തി അവരോട് പോകാൻ പറഞ്ഞ് അവൻ നടന്നതും ദങ്സു മുമ്പ് കിം ദുപ്പാൽ പറഞ്ഞ കാര്യം ഓർക്കുന്നു. ചിൽസങ് പോകുന്നതിന് മുമ്പും നിങ്ങൾ ഇവിടെ നിന്ന് കിം ദുപ്പാലിനെ സഹായിക്കണമെന്ന് പറഞ്ഞതും അവൻ ഓർക്കുന്നു. അതൊക്കെ ഓർത്തതും ദങ്സുന് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടുന്നു. സോങ്യോൻ്റെ അമ്മ തനിക്ക് മുമ്പുണ്ടായിരുന്ന ആ നരകതുല്യമായ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്ന് അവർ ഇപ്പോൾ തനിക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും ആസ്വദിക്കാൻ തുടങ്ങുന്നു. അവർ സോങ്യോനെ വിളിച്ച് അവനോടായി, നീ മുമ്പ് പറഞ്ഞ പോലെ എനിക്കൊരു ആക്ട്രസ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചതും തീർച്ചയായും പറ്റും, ഞാനും സഹായിക്കാമെന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചതും തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് സോങ്യോൻ്റെ ആത്മാവിനെയാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ മാറി. ഞാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, ലീക്ക് വേണ്ട ശിക്ഷ കൊടുത്തു, അമ്മയെ സംരക്ഷിച്ചു, നിനക്ക് തന്ന എല്ലാ പ്രോമിസും ഞാൻ പാലിച്ചെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അവൻ പറയുന്നു. ഇനി ഒരാഴ്ച മാത്രമേ കിം ദുപ്പാലിന് സോങ്യോൻ്റെ ശരീരത്തിൽ ഇരിക്കാൻ കഴിയൂ എന്ന് അവൻ മനസ്സിലാക്കുന്നു. സോങ്യോൻ ക്ലാസ്സിലേക്ക് പോയതും ചിസക്വാൻ അവനോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നു. ചിസക്വാൻ അവനോടായി, നിന്റെ DNA പെർഫെക്റ്റ് മാച്ചാണ്. അപ്പോൾ നിന്റെ ആത്മാവ് സോങ്യോൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതാണെങ്കിലോ? അത് കേട്ട് സോങ്യോൻ എനിക്കറിയില്ല, എന്നെ ടീച്ചർ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് സോങ്യോൻ അവിടെ നിന്ന് മുങ്ങുന്നു. സോങ്യോനെ പറ്റി മോശമായ കാര്യങ്ങൾ ചിസക്വാൻ്റെ അച്ഛനെ അറിയിച്ചതിന് ജേഹോ സോങ്യോനോട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ ജ്യൂസ് കൊടുക്കുന്ന പെൺകുട്ടി സോങ്യോനെ പ്രപ്പോസ് ചെയ്തതും ഞാൻ നിനക്ക് 2 ദിവസത്തിനകം ഉത്തരം തരാമെന്ന് അവൻ മറുപടി പറയുന്നു. ചിസക്വാനോടായി, നീ എന്താ ഇന്നലെ വൈകി വന്നതെന്ന് അച്ഛൻ ചോദിച്ചതും ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടെന്ന് അവൻ മറുപടി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ചിസക്വാൻ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ജേഹോ പോയി ചെയ്തതിനെല്ലാം അവൻ ചിസക്വാനോട് മാപ്പ് ചോദിക്കുന്നു. സോങ്യോൻ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുവെന്ന് അവൻ ചിസക്വാനോട് പറഞ്ഞതും അവൻ അവിടെ നിന്ന് ഇറങ്ങി സോങ്യോൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. സോങ്യോനെ കണ്ട് അവൻ ഓരോന്നും ചോദിച്ചതും നീ എൻ്റെ കൂടെ വാ, നിന്റെ ഓരോ ചോദ്യത്തിനുള്ള ഉത്തരവും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് കിം ദുപ്പാലിൻ്റെ ചിതാഭസ്മം വെച്ച സ്ഥലത്തേക്ക് ചിസക്വാനെ അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. കിം ദുപ്പാലിൻ്റെ ചിതാഭസ്മം നോക്കി ചിസക്വാനോട് ഞാനാണ് മരിച്ചത്. സോങ്യോൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാനാണ് അവനെ രക്ഷിക്കാൻ നോക്കിയത്.
അപ്പോഴാണ് എൻ്റെ ആത്മാവ് സൊങ്യോൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചത്. എല്ലാ കാര്യങ്ങളും ചിസക്വാനോട് പറഞ്ഞ ശേഷം സൊങ്യോൻ്റെ ആത്മാവിനെ ചിസക്വാൻ അവൻ കാണിച്ചു കൊടുത്ത് സൊങ്യോൻ അവിടെ നിന്ന് ഇറങ്ങിയതും അവനെ കാണാൻ ദങ്സു അവിടേക്ക് വരുന്നു. ദങ്സുവിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ സൊങ്യോന് മനസ്സിലായി അവന് സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്ന്. അവരുടെ അടുത്തേക്ക് ജൊങ്ങും കൂടി വന്നതും അവർ അവിടെ നിന്ന് പോകുന്നു. സൊങ്യോനും ചിസക്വാൻ്റെ ആത്മാവും സംസാരിക്കുന്നു. അന്ന് രാത്രി ഞാൻ കാരണമാണ് നീ ആ പാളത്തിൽ നിന്ന് താഴേക്ക് ചാടിയത്. നീ എന്നോട് സഹായിക്കാനായി പറഞ്ഞപ്പോൾ ഞാൻ അതിന് തയ്യാറായിരുന്നില്ല, കാരണം എനിക്ക് പേടിയായിരുന്നു. ചിസക്വാൻ ഓരോ കാര്യങ്ങളായി എണ്ണി എണ്ണി പറഞ്ഞ് സൊങ്യോനോട് സോറി ചോദിക്കുന്നു. നീ എന്നോട് സോറി ചോദിക്കണ്ട, ഞാൻ എപ്പോഴേ അതൊക്കെ ക്ഷമിച്ചു. നിനക്കിപ്പോഴെങ്കിലും സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തോന്നിയില്ലേ എന്ന് പറഞ്ഞ് അവൻ കൈ കൊടുക്കുന്നു. തൻ്റെ കൂടെ ഇത്രയും വർഷം സ്നേഹത്തോടെ നിന്നതിന് ദങ്സുവിനോട് സൊങ്യോൻ നന്ദി പറയുന്നു. ചിസക്വാൻ സൊങ്യോൻ പറഞ്ഞ കാര്യമോർത്ത് കരയുന്നു. കാരണം ഇത്രയും നാളും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൊങ്യോൻ ഇനി ഉണ്ടാവില്ല. ഇന്നാണ് കിംതുപ്പാലിൻ്റെ അവസാന ദിവസം. കിംതുപ്പാലിന് പോകാൻ സമയമായതും അവൻ എഴുന്നേൽക്കുന്നു. എന്നാൽ അവനെ തടഞ്ഞുകൊണ്ട് സൊങ്യോൻ്റെ ആത്മാവ് ആ പ്രകാശത്തിലേക്ക് നടന്നു പോകുന്നു. അടുത്ത സീനിൽ ചിസക്വാനെയും സൊങ്യോനെയും കാണിക്കുന്നു. അവരുടെ ആഗ്രഹപ്രകാരം തന്നെ അവർ കോളേജിലേക്കും പോകുന്നു. സന്തോഷത്തോടെ പോകുന്ന അവരെ രണ്ടുപേരെയും കാണിച്ചുകൊണ്ട് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു.